ഡിവോഴ്സ് കേസുകളുടെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ജീവനാംശം ആവശ്യപ്പെടുക എന്നുള്ളതുകൂടിയാണ്. അപ്പം ഒരു കോടതിയുടെ മുന്നിൽ ഈ കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ എങ്ങനെയാണ് കോടതി തീരുമാനിക്കുന്നത്? എത്ര തുക ജീവനാംശമായിട്ട് കൊടുക്കണം, എത്ര കാലത്തേക്ക് കൊടുക്കണം, ഇതൊക്കെ 2-3 ക്രൈറ്റീരിയ ഉണ്ട്. വൈഫിന് ജോലി ഉണ്ടെങ്കിൽ വൈഫ് അത് എൻഡേറ്റഡ് അല്ല. വൈഫിന് ജോലി ഇല്ല എങ്കിൽ അത് ഹസ്ബൻഡിൻ്റെ എത്ര എമൗണ്ട് ആണോ അതിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ അംഗങ്ങളും അങ്ങനെ അച്ഛനമ്മയൊക്കെ ഉണ്ടാവുമല്ലോ, അവരെയൊക്കെ കണക്കാക്കിയിട്ട് ആ എമൗണ്ട് ഒരു ഡിവൈഡ് ചെയ്തിട്ട് ഒരു പോർഷനാണ് വൈഫിന് കൊടുക്കാൻ പറയുന്നത്. അത് ഇത്ര നാളത്തേക്കെന്നല്ല, അത് ശരിക്കും പറഞ്ഞാൽ വൈഫ് ഒരു സെക്കൻഡ് മാരേജ് കഴിയുന്നത് വരെ, അല്ലെങ്കിൽ വൈഫിന് ഒരു ജോലി കിട്ടുന്നത് വരെ. അങ്ങനെ പറയില്ല, പക്ഷെ അതാണ് അതിൻ്റെ രീതി. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഹസ്ബൻഡിന് ഇത് ക്യാൻസൽ ചെയ്യാൻ കൊടുക്കാം. ഡിവോഴ്സ് അടുത്ത നെക്സ്റ്റ് ഒരു റീമാരേജ് ചെയ്ത് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് അത് ക്യാൻസൽ ചെയ്യാൻ കൊടുക്കാം. ഇപ്പം പുതിയ നിയമം പോലും വന്നിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഒരു ഡിസിഷൻ പ്രകാരം ഈ പണ്ട് നമ്മളെ ഹസ്ബൻഡാണേലും വൈഫാണെങ്കിലും ഒരാൾ എനിക്ക് ഇത്ര രൂപയെ വരുമാനമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതി അംഗീകരിക്കുക, അല്ലെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞൊരു സാലറി സർട്ടിഫിക്കറ്റ് കാണിക്കുക, ഇതൊക്കെ വൈഫിന് ജോലിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതി അംഗീകരിക്കും. പക്ഷേ ഈ ഒരു സമയത്ത് അത് പറ്റില്ല. രണ്ടുപേരും അഫിഡവിറ്റ് കൊടുക്കണം. ഒരു അസറ്റ് ആൻഡ് ലയബിലിറ്റി അഫിഡവിറ്റ് എന്നാണ് പറയുന്നത്. ആ അഫിഡവിറ്റിൽ എൻ്റെ സത്യമായ കാര്യങ്ങൾ എഴുതണം. അത് എഴുതിയിട്ടില്ല, സത്യമല്ല എന്ന് കണ്ടാൽ കോടതിക്ക് അതിനെതിരെ നടപടിയെടുക്കാം, കണ്ടംപ്റ്റ് എടുക്കാം. അപ്പോൾ വെറുതെ ഒരു എമൗണ്ട് എനിക്ക് വേണമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ശമ്പളം ഉള്ളെന്നോ എൻ്റെ അസറ്റ് ഇത്രയാണെന്നോ ഒന്നും വെറുതെ പറയാൻ പറ്റില്ല.